ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വളകാപ്പിനൊക്കെ മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസത്തേക്ക് നമ്മുടെ ഇവിടെ അമ്പലങ്ങളിലെല്ലാം ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് അവിടെ അമ്പലങ്ങളിലെല്ലാം ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ വളകാപ്പൊക്കെ കഴിഞ്ഞ്, അതായത് പ്രസവത്തിന് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നൊരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഇനി ഞാൻ വരുന്നത്, അതായത് എൻ്റെ പ്രസവത്തിന് വിളിച്ചിട്ട് വരുമ്പോഴായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വിശ്വാസവും നമുക്ക് കുറച്ച് പ്രിയപ്പെട്ട അമ്പലങ്ങളിലൊക്കെ പോകാമെന്ന് കരുതി ആദ്യം നമ്മൾ ഇലവന്തിട്ട അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ വന്നത് നേരെ തിരുവാറന്മുളയപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ്. എപ്പോൾ എവിടെ വന്നാലും ഒരു തുളസിമാല പണ്ട് മുതലേ ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ്. അത് കൊടുക്കുമ്പം എനിക്ക് എന്തോ ഒരു സന്തോഷമാണ്. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് എന്തോ കൊണ്ട് കൊടുത്ത ഒരു തൃപ്തിയാണ്. അപ്പോൾ നമ്മൾ തുളസിമാലയൊക്കെ വാങ്ങി നേരെ അമ്പലത്തിലേക്ക് കയറുകയാണ്. ഏകദേശം ഒരു സന്ധ്യ സമയമായിട്ടുണ്ട് കേട്ടോ. സന്ധ്യ ആവുന്ന സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആറന്മുള അമ്പലത്തിൽ എപ്പോഴും രാവിലെ ആയിരിക്കും തിരക്ക്. ഈ കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ കണ്ടപ്പോൾ കഴിഞ്ഞ വർഷം വിഷുവിന് വേണ്ടിയിട്ട് കൃഷ്ണവിഗ്രഹം വാങ്ങിച്ച് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. എത്ര പെട്ടെന്നല്ലേ ഒരു വർഷമൊക്കെ പോയത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി നന്നായിട്ട് തൊഴുതു. വലിയ തെള്ളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സന്ധ്യയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് നന്നായിട്ട് തൊഴുത് ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പോകുമ്പോൾ നമുക്കൊരു മനസ്സിന് എന്തോ ഒരു സന്തോഷവും സംതൃപ്തിയും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മെഴുവേലി അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇന്ന് കൊടിയേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടെയും പോയി നമ്മൾ പറയൊക്കെ ഇട്ട് തൊഴുത് ഉത്സവപ്പറമ്പിലൂടെ നടന്ന് കുറച്ച് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഉത്സവപ്പറമ്പിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുവാണ്. കുട്ടിക്കാലം മുതൽ നമ്മൾ കാണുന്ന ഉത്സവമാണ്. പക്ഷേ ഓരോ വർഷം എന്തെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളാണല്ലേ പുതുതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബലൂണൊക്കെ വന്ന കാലമൊക്കെ നമ്മൾ ഓർക്കുന്നു. ആദ്യം നമ്മളെ കുട്ടിക്കാലത്ത് ഒരു മത്തങ്ങ ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഉത്സവപ്പറമ്പ് എപ്പോഴും ഒരു വൈബാണല്ലേ. അങ്ങനെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു, മസാല പക്കാവടയൊക്കെ കഴിച്ച്, പിന്നെ കുറച്ച് കപ്പലിൻ്റെയൊക്കെ കുറിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.